നല്ല മേഖലകൾ മാത്രമല്ല, ഇതിൻ്റെ ഉള്ളിലും ചില ചതിക്കുഴികൾ ഉണ്ട്. അപ്പോൾ ഏവിയേഷൻ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് വരുന്ന, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, ആ ചതിക്കുഴികൾ, അതിനെ എങ്ങനെയായിരിക്കും താങ്കൾ മനസ്സിലാക്കുന്നത്? ചതിക്കുഴികൾ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ സർട്ടിഫിക്കേഷൻ തന്നെയാണ്. അയാട്ട സർട്ടിഫൈഡ്. പല ആൾക്കാരും ചോദിക്കാണ്ട് അയാട്ട സർട്ടിഫൈഡ് ആണോ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാറുണ്ട്, വി ആർ അയാട്ട സർട്ടിഫൈഡ്, കാനഡ അയാട്ട സർട്ടിഫൈഡ് എന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അറിയാമല്ലോ, അയാട്ട സർട്ടിഫിക്കേഷൻ്റെ ആവശ്യമില്ല. ഇത് തന്നെയാണ് മെയിൻ ചതിക്കുഴി എന്ന് പറയുന്നത്. 2 ലക്ഷം അല്ലെങ്കിൽ 3 ലക്ഷം ഫീസ് മേടിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അയാട്ട സർട്ടിഫൈഡ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ക്യാബിൻ ക്രൂ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അറിയാം, ഈ പോകുന്ന കുട്ടികൾക്ക് അറിയാൻ പറ്റും ഇവർ അയാട്ടയുടെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ടോ. അവർക്ക് ജസ്റ്റ് ദേ വോണ്ട് യുവർ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്. അത് തന്നെയാണ് മെയിൻ ചതിക്കുഴി എന്ന് പറയുന്നത്. നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഇൻഡസ്ട്രി നോളജ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും ഉള്ള ആൾക്കാരുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. അതാണ് ആക്ച്വലി മെയിനായിട്ട് വേണ്ടത്. ബാക്കി എല്ലാവരും ഓഫർ ചെയ്യും, ഒരുപാട് ട്രെയിനിങ്സ് ഓഫർ ചെയ്യും, ഒരുപാട് കോഴ്സസ് ഓഫർ ചെയ്യും. അതിൽ ചില കുട്ടികളുണ്ട്, അവരുടെ ഞങ്ങളുടെ കോഴ്സസിന് ഇത്ര പൈസ കുറവാണല്ലോ, അപ്പോൾ പിന്നെ അവരുടെ അത്ര ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല എന്നുള്ള തോന്നുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ 3 ലക്ഷം രൂപ കൂടുതൽ മേടിച്ചു കഴിഞ്ഞാൽ അവരുടെ കോഴ്സ് ഭയങ്കര രസമായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര നന്നായിരിക്കും, അത്രയും സർട്ടിഫിക്കേഷൻ ഉണ്ടാവും, അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടാവും എന്ന് തോന്നുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു കോഴ്സ് ജോയിൻ ചെയ്യുമ്പോൾ ശരിക്കും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുക. വാട്ട് ഈസ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൂ ഈസ് ദ ഓണേഴ്സ് അല്ലെങ്കിൽ ഹൂ ഈസ് ദ ട്രെയിനേഴ്സ് എന്നൊരു കാര്യം സ്റ്റഡി ചെയ്തിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.